നമസ്കാരം. ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ എന്ന് നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ള നീല കണ്ണുള്ള സുന്ദരി ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും പറയാൻ ഒരു ഉത്തരം കാണും. 1994 ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോകസുന്ദരി പട്ടം അലങ്കരിച്ചതിന് ശേഷം ആ വനിതയും ആ വനിതയുടെ പേരും നമ്മൾക്കിടയിൽ വളരെയധികം സുപരിചിതമാണ്. എന്നാൽ എല്ലാ അച്ഛനമ്മമാർക്കും ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ളതായി തോന്നുക സ്വന്തം മകനെയോ മകളെയോ ആയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് 1995 ജനിച്ച എനിക്ക് എന്റെ അച്ഛനും അമ്മയും ചേർന്ന് ഒരു പേരിട്ടത്. ഞാൻ ഐശ്വര്യ സുരേന്ദ്രൻ. ഇന്നും ഞാൻ ഐശ്വര്യ സുരേന്ദ്രനാണ്. വിവാഹം കഴിഞ്ഞു എന്നതുകൊണ്ട് എന്റെ പേരിൽ യാതൊരുവിധ മാറ്റങ്ങളും കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്നെ ഞാനായി കാണുന്ന, എന്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കുന്ന, എന്തിന് ഇത്തരം ഒരു പേജന്റിൽ ഞാൻ പങ്കെടുക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അത്രയേറെ സെൽഫ് കോൺഫിഡന്റ് ആയ ഒരു ലേഡിക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരാൾ, ഹീസ് മൈ ലൈഫ് പാർട്ട്ണർ മിസ്റ്റർ നിതിൻ പ്രതാപ്. കൂടാതെ 2 വയസ്സുകാരനായ ഒരു മകൻ കൂടി അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. പഠിച്ച എല്ലാ സ്ഥാപനങ്ങളിലും എന്റേതായ ഒരു സിഗ്നേച്ചർ അവശേഷിപ്പിക്കണം എന്ന എന്റെ അമിതമായ ആഗ്രഹം എനിക്ക് നൽകിയത് 2 യൂണിവേഴ്സിറ്റി റാങ്ക്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി നേടണം എന്ന വാശി എനിക്ക് നൽകിയത് ഇന്ത്യയിലെ പ്രമുഖമായ ഒരു MNCയിൽ AI എഞ്ചിനീയർ എന്ന പദവി. വിവാഹത്തെക്കാൾ ഒരു സ്ത്രീക്ക് പ്രാധാന്യം സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവാണെന്നും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ കാര്യമാണെന്നും എന്നെ ചെറുപ്പം മുതൽ പഠിപ്പിച്ച എന്റെ അമ്മയാണ് എന്റെ എക്കാലത്തെയും റോൾ മോഡൽ. ഒരു സ്ത്രീ എന്തെഴുതണം, എന്ത് പറയണം, എന്ത് ധരിക്കണം എന്നെല്ലാമുള്ള കാര്യത്തിൽ നിരന്തരം കൈകടത്തുന്ന ഈ സമൂഹത്തിൽ സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിലും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശക്തി ആർജിക്കുകയുമാണ് ഓരോ സ്ത്രീയും ചെയ്യേണ്ട പരമപ്രധാനമായ കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരത്തിലൊരു ശക്തി ആർജിച്ചെടുക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് കൈവരുന്ന ഒരു സൗന്ദര്യമുണ്ട്. ബാഹ്യ സൗന്ദര്യത്തെക്കാൾ എത്രയോ വലുതാണ് ആ സൗന്ദര്യം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് 23-ാം വയസ്സിൽ എന്റെ ഫസ്റ്റ് സാലറി എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയപ്പോൾ എന്റെ മുഖം ഞാൻ കണ്ണാടിയിൽ കണ്ടപ്പോഴാണ്. എന്തൊരു അപൂർവ സുന്ദര ഗംഭീരം എൻ മുഖം എന്ന വിജയലക്ഷ്മി കവിതയിലെ വരികൾ പോലെ. അന്ന് എന്റെ മുഖത്ത് കണ്ട അതേ സൗന്ദര്യം ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോഴും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വന്നു നിന്ന് ഇത്രയേറെ കോൺഫിഡൻസോടുകൂടി എനിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് തന്നെയാണ് ഇന്ന് എന്നെ ഏറെ സുന്ദരിയാക്കുന്നത്. So let my confidence defines my real beauty, and I truly believe that the most beautiful thing that I can wear is my own confidence, and I want to see the same confidence in each and everyone who's sitting in front of me, because I know ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായിട്ടും അതിലേക്കുള്ള ആദ്യ പടി എടുക്കാൻ മടിച്ചു നിൽക്കുന്ന ഒത്തിരി പേരെ എനിക്കും അറിയാം. എനിക്ക് അവരോടെല്ലാം പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്: just raise yourself, raise your voice, achieve your dreams and love yourself a little bit more, because no one else can do that for you but you yourself can do it. ആരോ പറഞ്ഞിട്ടുള്ള പോലെ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെ നമ്മളോളം മനസ്സിലാക്കുന്ന വേറെ ആരാണുള്ളത്? അത്തരത്തിലൊരു സ്വപ്നമായിരുന്നു എനിക്ക് ഈ വേദിയും. സോ എല്ലാവരോടും ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. Be the change you wish to be and be your own super woman. Thank you.